നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനമൊട്ടാകെ മഴയാണ്. തലസ്ഥാന നഗരിയിലും കാര്യമായ മഴ പെയ്യുന്നുണ്ട്. വടക്കൻ ജില്ലകളിൽ കാര്യമായ മഴ മുന്നറിയിപ്പ് ഇന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് കള്ളാടിയിലെ തെരച്ചിൽ തുടരുന്നു. ഇനി 2 പേരെക്കുറിച്ചാണ് വിവരങ്ങൾ ലഭിക്കാനുള്ളത്. ഇവരെല്ലാം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജീവനക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്യസംസ്ഥാനക്കാരാണ്. ഇന്നലെ 4 മൃതദേഹങ്ങൾ ലഭിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത് മാത്രമല്ല, കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് ചില നിർണായക നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിവരമുണ്ട്. ഒപ്പം കോറോ ഹെൽത്ത് കമ്പനിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ച ചർച്ച, അതിൽ മാനേജ്മെൻറ്റ് പങ്കെടുക്കുമോ എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനിൽ വീണ്ടും ചില ആക്രമണങ്ങൾ നടക്കുന്നു, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കുന്നില്ല എന്നുള്ള വിവരമുണ്ട്. ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു എന്നുള്ള ചർച്ചകൾ നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ തന്നെ വിശദമായി വരുന്ന 1 മണിക്കൂറിൽ കാണാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. വയനാട് കള്ളാടിയിൽ തെരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കു സാധ്യത. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം. ഉറക്കമില്ലാതെ കാസർഗോഡ് ചെറുവത്തൂർ. മഴ കടത്തോടെ വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. സുരക്ഷയൊരുക്കാതെ നിർമ്മാണ കമ്പനിയും സർക്കാരും. കഴിഞ്ഞ ജൂലൈയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞിട്ടും നടപടിയില്ല. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ തീവ്ര ശ്രമം. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച. യൂണിയൻ പ്രതിനിധികൾ പങ്കെടുക്കും. മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ. ജയമെതിരില്ലാത്ത 2 ഗോളുകൾക്ക് 8 ഗോളുകളുമായി എംബാപ്പെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം. ഫ്രഞ്ച് സംഘം സെമി ഫൈനലിലെത്തുന്നത് തുടർച്ചയായ 3ാം തവണ. ലഹരി മാഫിയക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് കേരളം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി ഒഴുക്ക് തടയാൻ നീക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ DGPമാരുടെ യോഗം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിലേക്ക്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 40 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനം. ഇറാനിലേക്ക് വീണ്ടും കടുത്ത ആക്രമണം. സിറിക് ഉൾപ്പെടെ തെക്കൻ നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ. ആക്രമിച്ചിട്ടില്ലെന്ന് അമേരിക്കയുടെ വിശദീകരണം. അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം മഷാത്തിൽ സംസ്കരിച്ചു. വയനാട്ടിൽ ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് 4ാം ദിവസമാണ്. ഇന്നലെയൊക്കെ പ്രതികൂലമായ കാലാവസ്ഥ തെരച്ചിലിന് ഒട്ടും ഗുണകരമായിരുന്നില്ല. 8 പേർ മണ്ണിനടിയിലെന്നായിരുന്നു വിലയിരുത്തൽ. ഇതിൽ 6 മൃതദേഹങ്ങൾ 3 ദിവസമായി തെരച്ചിലിൽ കണ്ടെടുക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്നലെ അല്പസമയമൊക്കെ മഴ മാറി നിന്നപ്പോഴാണ് കാര്യമായ തെരച്ചിലും മറ്റും അവിടെ ഉണ്ടായത്. ഇനി 2 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അപ്പോഴും മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം കൂടിയുണ്ട്. അതനുസരിച്ചുള്ള തെരച്ചിലും മറ്റും കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. ജയരാജ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ജയരാജ്, ഇന്നിപ്പോൾ വയനാട്ടിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥ? തെരച്ചിൽ ഇന്നലെ രാത്രിയും തുടർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാവിലെ ആരംഭിച്ചോ? ഈ 2 പേർ ആരൊക്കെയാണ്? മറ്റാരെങ്കിലും ദുരിതത്തിൽപ്പെട്ടതായി അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ജയരാജ്. ഏതായാലും 6 മൃതദേഹങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നടന്ന തെരച്ചിലിൽ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്കായി, തെരച്ചിൽ സംഘത്തിനായി. ജയരാജ്, എന്താണ് വിവരങ്ങൾ? കാലാവസ്ഥ അനുകൂലമാണോ ഇന്ന് തെരച്ചിലിനും മറ്റും? രഞ്ജിത്ത്, കള്ളാടി മണ്ണിടിച്ചിൽ കണക്ക് പ്രകാരം ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അതിനായുള്ള തിരച്ചിൽ 7 മണിയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണുള്ളത്. ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും 8 പേർ മണ്ണിനടിയിൽ എന്നായിരുന്നു കണക്കുകൾ പ്രകാരമുള്ള ഒരു വിലയിരുത്തൽ. അതിൽ 6 പേരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ 3 ദിവസമായി പുറത്തെടുത്തത്.
സോണുകളായി തിരിച്ചാണ് ഇവിടെ ഈ തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം 1ാം സോണിൽ നിന്ന് ഒരു മൃതദേഹവും അതുപോലെ തന്നെ 3ാം സോണിൽ നിന്ന് 2 മൃതദേഹവുമാണ് പുറത്തെടുത്തത്. പരിശീലനം ലഭിച്ച കെഡാവർ ഡോഗ് സൂചന നൽകിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ലഭിച്ചതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കണ്ടെത്താനുള്ള 2 പേർക്കായുള്ള തെരച്ചിലാണ് തുടരുന്നത്. നമുക്കറിയാവുന്നത് മരിച്ചവർ എല്ലാവരും തന്നെ അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർ ആണെന്നാണ് വിലയിരുത്തല്. കള്ളാടി പ്രദേശത്തു നിന്നോ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തു നിന്നോ ബന്ധുക്കളോ നാട്ടുകാരോ ആരെങ്കിലും ഇല്ലെന്ന പരാതിയുമായി ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പേർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ലെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നലെ മണ്ണിനടിയിൽ നിന്ന് 2 ഇരുചക്ര വാഹനങ്ങൾ പുറത്തെടുത്തിരുന്നു. അത് അന്യസംസ്ഥാന രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് കണ്ടെത്തിയത്. ഇത് മരണപ്പെട്ടവരുടേത് തന്നെയാകാം എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു വിലയിരുത്തല്. അതിനാൽ തന്നെ 2 പേരെ കൂടി കണ്ടെത്തിയാൽ കൂടുതൽ തിരച്ചിലിനുള്ള സാധ്യതയും കുറവാണ്. ഇപ്പോൾ നമുക്ക് പറയേണ്ടത് മഴ ചെറിയ രീതിയിലുണ്ട് എങ്കിലും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് തിരച്ചില്. എന്നാൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് വലിയ ഒരു ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇന്നലെ മന്ത്രി PK ബഷീർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൊങ്കൺ അധികൃതരുമായി സംസാരിക്കുന്നുണ്ടെന്നും ഒരു റിപ്പോർട്ട് കൂടി ആവശ്യപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും അനുകൂല കാലാവസ്ഥ കുറച്ചു നേരം ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരച്ചിൽ എളുപ്പമാവുകയും പെട്ടെന്ന് മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു തിരച്ചിലിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും 2 പേരെ കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കൂടുതൽ ആളുകൾ ഇല്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത്. രഞ്ജിത്ത്, അത് ആശ്വാസകരമാണ് ജയരാജ്, കൂടുതൽ ആളുകൾ ഇല്ല എന്നുള്ളത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ മരിച്ചവർ ഇനി കണ്ടെത്താനുള്ളതും അന്യസംസ്ഥാനത്ത് നിന്ന എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും തൊഴിലാളികളും അടക്കമുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ കമ്പനി വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്താണ്? ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയോ? ഒപ്പം മന്ത്രിമാർ 2 പേർ അവിടെ തുടരുന്നുണ്ടല്ലോ. അവർ ഈ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നത് വരെ പ്രദേശത്തുണ്ടാകുമെന്നാണോ കരുതേണ്ടത്? മറ്റു കൂടുതൽ സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരുക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുള്ള രീതി അനുസരിച്ച്? ഇന്നലെ തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്നലെ. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ നിന്നും കൂടുതൽ സന്നാഹങ്ങളുമായിട്ടായിരുന്നു തെരച്ചിൽ നടത്തിയത്. അതുപോലെ തന്നെ 2-3 ആളുകളുടെ മൃതദേഹങ്ങൾ അമ്പം ചെയ്തതിനു ശേഷം തന്നെ പ്രത്യേക വിമാനത്തിൽ അവിടേക്ക് കൊണ്ടുപോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മന്ത്രിമാരായ ടി സിദ്ദിഖ്, PK അനിൽകുമാർ എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. ഇന്നും അവിടെ ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് തെരച്ചിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. എന്തായാലും നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇല്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ഒരുപക്ഷെ ഇന്നലെ ഈ ഒരു ബൈക്ക് ലഭിച്ചപ്പോൾ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉദ്യോഗസ്ഥരുടെ തന്നെ ആകാം എന്നുള്ളതാണ് ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും നമ്മൾ സംസാരിച്ചതിൽ നിന്നും ഇന്ന് തിരച്ചിൽ നടത്തും. കാരണം ഈ 2 പേർ ഉണ്ട് എന്നുള്ളത് ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത്. ഒരുപക്ഷെ കാലാവസ്ഥ പ്രതികൂലമായി വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. എന്തായാലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവർ എല്ലാ സമയത്തും ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതും ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായുള്ള കൂടുതൽ ഈ കൊങ്കൺ റെയിൽവേയുമായി സംസാരിക്കും, അവരോട് കൂടുതൽ റിപ്പോർട്ട് ആവശ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായി മണ്ണുകളെല്ലാം റോഡുകളിലാണ് കൂട്ടിയിട്ടുള്ളത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ അതും അപകട സാധ്യതകൾ വരുത്തുമോ എന്നുള്ള ഒരാശങ്കയൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കും. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ അവിടെ നിന്ന് മണ്ണ് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഒക്കെ ഇരുവശങ്ങളിലായിട്ടാണ് മണ്ണുകൾ കൂട്ടിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളികളെ ഒന്നും നമുക്കിതിൽ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. കാരണം അതാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു വെയിൽ വരും, അപ്പൊ തന്നെ മഴ വരും. അങ്ങനെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു തടസ്സം നേരിടുന്നത്. ഏതായാലും ഇന്ന് അവിടെ മെച്ചപ്പെട്ട കാലാവസ്ഥ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്നലെ മഴ അല്പമൊക്കെ മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഇന്ന് കാലാവസ്ഥാ പ്രവചനം എന്താണ് ജയരാജ്? അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു, പിന്നീട് യെല്ലോ അലേർട്ടായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ആ മേഖലയിൽ അവധിയായിരുന്നു. ഇന്നിപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രവചനം?
ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം കാലാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു നമുക്കറിയാം, ഈ ലക്കിടി ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ മേപ്പാടി ഭാഗങ്ങളിലൊക്കെ പൊതുവെ വയനാട് ജില്ലയിലെ മഴ കൂടുതലായി കാണപ്പെടുന്നതാണ്. കാരണം ഇരുണ്ട പ്രദേശങ്ങളും ആണ് അവിടെയൊക്കെ ഉള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇപ്പോഴത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു വെയിൽ വന്നാലും പെട്ടെന്നാണ് മഴ വരുന്നത്, അല്ലെങ്കിൽ ഒരു മഴക്കാറ് കൂടിയല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് മഴ വരുന്നത്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തടസ്സം നേരിട്ടത്. എന്തായാലും ഇന്നും പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തെരച്ചിൽ നടത്താനും പിന്നീട് ഇനി ഈ രണ്ടുപേരെ കണ്ടെത്തുകയാണെങ്കിൽ തുടർന്നുള്ള തെരച്ചിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ. അതാണ് സാഹചര്യം. ഏതായാലും തെരച്ചിൽ ഇന്നും തുടരും. ആശ്വാസകരമായ കാര്യം മറ്റ് ആരും ഈ മണ്ണിടിച്ചിൽ പെട്ടിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ്. കാരണം മന്ത്രിമാർ വ്യക്തമാക്കി, ജയരാജ് പറഞ്ഞതുപോലെ ആരും അങ്ങനെ പരാതിയുമായി ആരെങ്കിലും കാണാനില്ല എന്നുള്ള ആശങ്കയുമായി വന്നിട്ടില്ല. അത് ഒരു ആശ്വാസകരമാണ്. പക്ഷേ അപ്പോഴും രണ്ടുപേരെ കുറിച്ച് ഇനിയും വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ പ്രവർത്തകർ. കഴിഞ്ഞ 3 ദിവസമായി അശ്രാന്ത പരിശ്രമത്തിലാണ് ഒരു കൂട്ടം മനുഷ്യർ ഇത്തരം തെരച്ചിലുകളുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. മന്ത്രിമാരടക്കം ഇതിന് നേതൃത്വം നൽകുന്നുമുണ്ട്. ജയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ പ്രദേശവാസികൾക്ക് ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകിയതും പ്രത്യേകതയാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ മഴക്കെടുതികൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കക്കാടംപൊയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മലമുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുമായി ബന്ധപ്പെട്ടാണ്. ന്യൂസ് 18 വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇത് മാറ്റേണ്ട ആളുകൾ അല്ലെങ്കിൽ ഇടപെടേണ്ടവർ ഉണരുകയും മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവിടെ താമസിച്ചിരുന്ന പ്രദേശവാസികളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് ആ മേഖല മോചിതമായി. സമാനമായി തന്നെ മുന്നറിയിപ്പുകൾ ഒരുപാട് വേണ്ട ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന്. അവിടെ കഴിഞ്ഞ ഇതേ സമയം കാലവർഷ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അപകടം സംഭവിച്ചതാണ്. ഇപ്പോൾ ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും ചെറുവത്തൂരിൻ്റെ നെഞ്ചിടിപ്പും വർദ്ധിക്കുകയാണ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തികളാണ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ചെറിയൊരു മഴ പെയ്താൽ പോലും ഏറെ അപകട സാധ്യതയാണ് പ്രദേശത്ത് ഉള്ളത്. ആ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെയും ഇടപെടൽ അനിവാര്യമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തി ഏത് സമയത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന ഭീഷണി തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. നിരവധി വീടുകൾ ഇതിന് സമീപത്തായി ഉണ്ട്. അതോടൊപ്പം 100 കണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന ദേശീയ പാത കൂടിയാണിത്. എന്തായാലും അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഇവിടെ പതിയേണ്ടിയിരിക്കുന്നു. കാരണം അപകടം ഉണ്ടായിട്ട് കണ്ണു തുറന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ പലതരത്തിൽ ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇതിൽ വലിയ പ്രതിഷേധമുയർത്തി നമ്മൾ ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊന്നും അധികൃതരുടെ കണ്ണ് തുറക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ വരുമ്പോൾ വലിയ അപകടാവസ്ഥ തന്നെയാണ്. മലയുടെ മുകളിൽ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. എന്തായാലും ഇത് അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം തന്നെയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്തയെത്തുമ്പോഴും ചെറുവത്തൂരിന്റെ ഉള്ള് പിടയുകയാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ചെറുവത്തൂർ വീരമലയ്ക്ക് സമീപത്തുകൂടി യാത്ര ചെയ്യുന്നവരെയും നാട്ടുകാരെയും ഏറെ ഭയപ്പെടുത്തുന്നു. വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ തടയുന്നതിനായി സുരക്ഷ ഒരുക്കുന്നതിലെ നിർമ്മാണ കമ്പനിയുടെ നിസ്സംഗതയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. തട്ടുതിരിക്കലും സുരക്ഷയൊരുക്കലും അനന്തമായി നീളുന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 28 രാവിലെയാണ് വീരമലക്കുന്നിൽ നാടിനെ നടുക്കിയ മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞു വീണ മണ്ണ് ദേശീയപാതയ്ക്ക് മറുകര വരെ എത്തിയിരുന്നു. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്.
ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രഖ്യാപിച്ച നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. 7 മാസത്തോളമായി ഈ ഭൂവസ്ത്രം വിധിക്കുന്ന നെയിലിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ദുരന്തം ഉണ്ടായിട്ടോ, കുന്നിടിഞ്ഞ് വലിയ ഹൈവേ ബ്ലോക്കായിരുന്നു. പക്ഷെ എന്നിട്ടോ ഈ 7 മാസം വർക്ക് ചെയ്തിട്ടോ ഇടിയുന്ന ഭാഗത്ത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇടിയാൻ സാധ്യതയില്ലാത്ത ഭാഗത്ത് അവർ ഭൂവസ്ത്രമൊക്കെ ധരിച്ച് നെയിലിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗൗരവം ആരും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുന്നിൽ തട്ടുതിരിച്ച് സോയിൽ നെയിലിങ്ങും ഇരുമ്പുവലകൾ ഭൂവസ്ത്രമായി ഉറപ്പിച്ച് രാമച്ചം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയുമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനായി 2.47 ഏക്കർ ഭൂമിയും അനുവദിച്ചു. കാലവർഷം എത്തുന്നതിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകിയത്. മഴയെത്തിയിട്ടും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. അപകടത്തിന് സാധ്യതയില്ല ഒരു പ്രദേശം തന്നെയാണ്. ഇക്കൊല്ലം മഴ കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ മണ്ണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മഴ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിൽ പൊട്ടിയിട്ട് മണ്ണ് അപകടം വന്നിരുന്നു. മഴ കുറഞ്ഞത് കൊണ്ട് കാരണം മാത്രം ഈ കുന്ന് നിൽക്കുന്നു. അതുമാത്രമല്ല, ഇതിപ്പോൾ 30% പണി മാത്രമേ ഇതിൽ പൂർത്തിയായിട്ടു. ഇനിയും 70% പണി പൂർത്തീകരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് പണി തീർത്തില്ലെങ്കിൽ അതുപോലെ തന്നെ പരിസര പ്രദേശത്തേക്ക് നമ്മളെ കണക്കത്തെ അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം വൻ ബുദ്ധിമുട്ടായിരിക്കും. വീരമലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവാണ്. മഴ ശക്തമായാൽ മുകളിൽ കൂട്ടിയിട്ട ഇളകിയ മണ്ണ് ഉൾപ്പെടെ താഴേക്ക് ഒഴുകിയെത്തും. വീരമല കുന്നിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീരമല കുന്നിന് സമാനമാണ് മട്ലായ് കുന്നിലെയും ചട്ടഞ്ചാൽ ബേവിഞ്ചയിലെയും പ്രദേശം. ദേശീയപാത കടന്നുപോകുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. മേഗാ കൺസ്ട്രക്ഷനാണ് ഇവിടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആശങ്ക ഇത് പരിഹരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം ഓടിയെത്തുന്നതാകരുത് ഇത്തരത്തിലുള്ള സന്നാഹം എന്ന് എടുത്തു പറയുന്നു ഇവിടെയുള്ള ആളുകൾ. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കും മുമ്പ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വൺവേ ഗതാഗതത്തിന് അനുമതി നൽകിയത്. അടിമാലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ദേശീയപാത വഴി നേരിട്ട് മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാം. മാട്ടുപ്പെട്ടി മറയൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേവികുളം റൂട്ടിലെ ചെറിയ പാലം കടന്ന് പുതിയ പാലം വഴി വേണം അടിമാലിയിലേക്ക് പോകാൻ. ഗതാഗതം സുഗമമാക്കാൻ സ്ഥലത്ത് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത അതോറിറ്റി വകുപ്പുകളുടെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വാഹനങ്ങൾ നിർത്താനോ യാത്രക്കാർക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാനോ പാടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, BJPയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ 3 നേതാക്കളെ പുറത്താക്കി സർക്കുലർ. സംസ്ഥാന സെക്രട്ടറി അഞ്ജന MP, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ എന്നിവരെയാണ് പുറത്താക്കിയത്. എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും ഇവരെ നീക്കി എന്ന് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 7-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയെടുത്തത്. BJP നേതൃത്വം രഹസ്യമാക്കി വെച്ച കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. VV അരുൺ ചേരുന്നു. അരുൺ, ഇത് BJP അനുഭാവികളെ, BJP പ്രവർത്തകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഫണ്ട് തട്ടിപ്പും പണം തട്ടിപ്പും ഒന്നും ആദ്യമായല്ല BJPയിൽ. പക്ഷേ ഇത്തവണ കാര്യങ്ങൾക്ക് ഗൗരവം കുറച്ചുകൂടി കൂടുതലാണ്. കാരണം അത്രത്തോളം ഗൗരവത്തോടെ പാർട്ടി സമീപിച്ച ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും BJP അനുഭാവികളെയും അതുപോലെ തന്നെ BJP നേതാക്കളെയും ഒക്കെ ഞെട്ടിച്ച തരത്തിലുള്ള ഒരു ഫണ്ട് തട്ടിപ്പ് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJP നേതൃത്വം ഇതുവരെ അത് ശരിവച്ചിട്ടില്ല. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പിലും ഫണ്ട് തട്ടിപ്പെന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളുകയാണ്. പക്ഷേ സംഘടനാപരമായി നടപടികൾ പാർട്ടിയിൽ ഉണ്ടാകും. അത് പൊതുജനത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞാണ് BJPയുടെ ഒരു ന്യായീകരണം നടപടികളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 7-ാം തീയതിയാണ് 3 നേതാക്കളെ പുറത്താക്കിക്കൊണ്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം വന്നത്. എന്നാൽ ഇത് ഇത്രയും നാൾ അത് BJP രഹസ്യമാക്കി വെക്കുകയായിരുന്നു. ഇന്നലെ ഒരു കത്ത് അധ്യക്ഷന്റെ പേരിൽ പുറത്തു വന്നിരുന്നു. ചില മാധ്യമങ്ങൾ അത് വാർത്തയായി നൽകി. അതിനെതിരെയാണ് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ വീണ്ടും
വാർത്താക്കുറിപ്പ് ഇറക്കിയത് വ്യാജമാണ്, അത്തരമൊരു കത്തും വന്നിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ അവകാശവാദം. ഏതായാലും ആ കത്തിൽ ചില പിശകുകൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെയെന്ന കാര്യത്തിൽ BJP അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്നും വ്യക്തമാകുന്നു. ഏതായാലും യഥാർത്ഥത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. അത് 7-ാം തീയതിയാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പോടുകൂടിയ നടപടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന AP, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, ഈ 3 പേരെയും BJPയുടെ അച്ചടക്ക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സംഘടനാ ചുമതലകൾ നീക്കുന്നു ഉള്ള ഒരു കത്താണ് അന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ആളുകളുടെ പേരിലാണ് സാമ്പത്തിക തട്ടിപ്പ്, തിരിമറി ആരോപണം വന്നിരിക്കുന്നത്. ഇവർക്ക് ഈ പണം തിരിച്ചടയ്ക്കാനുള്ള സമയമാണ് BJP നേതൃത്വം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതാണ് ആ രീതിയിൽ പണം തിരിച്ചടച്ചില്ലെങ്കിൽ 3 പേരെയും പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കും. ഇപ്പോൾ സംഘടനാ ചുമതലകളിൽ നിന്ന് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ എന്ന ഒരു നിബന്ധനയോട് കൂടിയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഫണ്ട് തട്ടിപ്പ് ആരോപണം BJPയിലുണ്ട്. ഇന്നലെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷും ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അഭിമുഖം നൽകി ഇന്നലെ രാത്രിയോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും BJP വലിയ വിവാദമായി മാറുകയാണ് ഈ ഫണ്ട് തട്ടിപ്പ് ആരോപണം. കൂടുതൽ നേതാക്കൾക്ക് നടപടി ഉണ്ടാകും. പക്ഷെ അപ്പോഴും വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ BJP ശ്രമിക്കുകയാണ്. ഇത്തരം നടപടികൾ പോലും പാർട്ടിയുടെ ആഭ്യന്തര കാര്യ നിലപാടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ സ്വീകരിച്ചത്. ശരി അരുൺ. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഇന്ന് സുപ്രധാനമായ യോഗം നടക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗമാണ് ആഭ്യന്തര വകുപ്പ് വിളിച്ചത്. രാസലഹരിയുടെ വേരറുക്കുക എന്നതാണ് ലക്ഷ്യം. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി കർണാടകയിലെത്തി കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് ഈ തൻ്റെ യജ്ഞത്തിൽ പങ്കാളിയാകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ദക്ഷിണേന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിക്കുന്നതിലൂടെ ഒരു വലിയ ലക്ഷ്യമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നിലുള്ളത്. രഞ്ജിത്ത്, വളരെ സുപ്രധാനമായ യോഗമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുന്നത്. കേരളമാണ് ആതിഥ്യമരുളുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപനമായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തുകയും കോടിക്കണക്കിന് രൂപയുടെ രാസലഹരി പിടിച്ചെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഈ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്നവർ ഇവിടെ വിൽപ്പന നടത്തുന്ന പെരുമ്പാവൂരിൽ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തുന്ന ലഹരി വസ്തുക്കൾ പിടികൂടുകയും അവിടെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതൊക്കെ തന്നെ ശാശ്വതമായ പരിഹാരമാകില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ശൃംഖല സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ DGPമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ രാസലഹരി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല DK ശിവകുമാറിനെ സന്ദർശിച്ചത്. അവിടെ DK ശിവകുമാർ കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ വേരിറക്കുന്നതിന് വേണ്ടി കൈകോർക്കാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. പലപ്പോഴും ഈ സ്വകാര്യ ബസ്സുകൾ വഴിയും കൊറിയർ കമ്പനികൾ വഴിയുമൊക്കെയാണ് രാസലഹരിയുടെ കടത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ വലിയ തോതിൽ പരിശോധന കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുണ്ടാകും. വളരെ വേഗം ഈ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ സംസ്ഥാന തലത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരും. ഇപ്പോൾ തന്നെ ഏതാണ്ട് 70ഓളം മലയാളികൾ കർണാടകയിൽ ജയിലിലുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കർണാടക സർക്കാർ അറിയിച്ചിരുന്നു. അതായത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ ബാംഗ്ലൂരിലേക്ക് എത്തുകയും അവിടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നുള്ള ആളുകൾ എത്തുകയും അവിടെ ക്യാമ്പ് ചെയ്യുകയും അവിടെ അവർ തയ്യാറാക്കുന്ന രാസലഹരി കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനെ തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. രഞ്ജിത്ത്, ശരി, നമുക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ ഇറാനിൽ തുടർച്ചയായ 3-ാം ദിവസവും ആക്രമണം നടന്നു എന്ന പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നുണ്ട്. സിറിക് ഉൾപ്പെടെയുള്ള തെക്കൻ നഗരങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബുഷഹർ ആണവ നിലയത്തിന് സമീപത്തും പൊട്ടിത്തെറിയുണ്ടായി എന്നാണ് വിവരം. എന്നാൽ പുതിയ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നുള്ള US-ന്റെ വെളിപ്പെടുത്തലും ശ്രദ്ധേയമായി. ഇറാനുമായി സാങ്കേതിക ചർച്ചകൾ തുടരുമെന്നാണ് ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം മഷാദിൽ സംസ്കരിച്ചു. ഇന്നലെ രാത്രി വൈകിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഈ കഴിഞ്ഞ 2 ദിവസവും നടന്ന ആക്രമണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അമേരിക്കയാണ്. അത് തങ്ങൾ തന്നെയാണ്. ഏതാണ്ട്
80ഓളം ആക്രമണങ്ങൾ 2 ദിവസമായി അമേരിക്ക നടത്തിയെന്നായിരുന്നു കണക്ക്. ഇപ്പോൾ ഈ ആക്രമണത്തിന് ഉത്തരവാദികൾ അമേരിക്ക അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന ചോദ്യം പ്രധാനമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ 3-ാം ദിവസമാണ് ഇറാനിൽ ആക്രമണം നടക്കുന്നത്. ഇന്നും ഇറാന്റെ തെക്കൻ മേഖലകളിൽ തന്നെയായിരുന്നു സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും സിറിക്ക് അതുപോലെ തന്നെ കൊണറാക്ക് എന്നീ നഗരങ്ങളിലാണ് വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറാനും ഈ ഒരു ആക്രമണത്തിൽ അമേരിക്ക കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. പല ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ശത്രുക്കളുടെ ആക്രമണം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടായി എന്നാണ്. അതായത് ഇതിലൊരു കൃത്യമായി ശത്രു ആരാണെന്ന് പറയുന്നില്ല, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള പരാമർശം മാത്രമേ പല ടെലിവിഷൻ ചാനലുകളിലും ഉള്ളൂ. എന്തായാലും വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുള്ളത്. ബുഷഹർ ആണവ നിലയത്തിന് സമീപത്തും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഇതിലൂടെ വ്യക്തവുമാണ്. അമേരിക്ക ഈ ആക്രമണങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിലവിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ല എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. ഇത് പല മാധ്യമങ്ങളോടും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൽ ജസീറ, CNN പോലെയുള്ള പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. മറ്റ് ഒരു രാജ്യവും, ഇപ്പോൾ ഇസ്രായേലാണ് മറ്റ് മേഖലയിലുള്ള ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു എതിരാളി, എന്നാൽ അവരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അമേരിക്ക എന്നാൽ ഇപ്പോൾ ഇറാനുമായിട്ട് ഒരു നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. US-ലെ ട്രംപുമായി അടുത്ത് നിൽക്കുന്ന ചില നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാനുമായിട്ട് ഈ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സാങ്കേതിക ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും ഇറാനിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് സാഹചര്യങ്ങൾ അത് കൂടുതൽ വഷളാക്കുകയാണോ എന്നൊരു തോന്നലാണ് നിലവിൽ ഉണ്ടാക്കുന്നത്. അജയ്, ഒന്നിൽ ഇസ്രായേലാണ് ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം. ഇന്നലെ കുവൈറ്റിനെയും ഒക്കെ ആക്രമിച്ചൊരു ബഹ്റൈനിലെയൊക്കെ ഇറാൻ ആക്രമിച്ചൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ജോർദാന് നേരെയും ഇന്നലെ ആക്രമണം ഉണ്ടായി. ഈ ഗൾഫ് രാജ്യങ്ങൾ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ശത്രുപക്ഷത്താണ് ഇറാന്റെ ഈ ആക്രമണങ്ങളെ തുടർന്ന്. അവർ വേണമെങ്കിൽ ആക്രമിക്കാം, അങ്ങനെയും വേണമെങ്കിൽ കരുതാം. ഇത് ആരാണ് യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ ആക്രമിച്ച ശത്രു എന്ന് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണോ ഇറാൻ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിലെന്ന് നമുക്ക് കാണാനാകും. ഇറാനിയൻ മാധ്യമങ്ങൾ ശത്രുക്കളുടെ ആക്രമണം എന്ന് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജിത്ത് ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം സൂചിപ്പിച്ചു. ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനു മുൻപേ ഇറാനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിലും ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും എന്തിന് ഖത്തറിലേക്ക് വരെ ഇറാൻ ആക്രമണം നടത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 14 മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 70-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെ ഈ ആക്രമണങ്ങൾക്കിടയിലാണ് ഇറാൻ അവരുടെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം മഷാദിലാണ് സംസ്കരിച്ചത്. നിരവധി ഷിയ മുസ്ലിം ആചാരപ്രകാരമുള്ള പല പുണ്യ നഗരങ്ങളിലൂടെ ഈ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോയിരുന്നു. അതിനുശേഷം മഷാദിൽ വെച്ച് ഈ മൃതദേഹം സംസ്കരിച്ചു. മഷാദിൽ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള ഇമാം റസയുടെ മൃതദേഹത്തിന് തൊട്ട് അടുത്താണ് ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹവും അടക്കം ചെയ്തിട്ടുള്ളത്. 10,000-ങ്ങളാണ് ഈ സംസ്കാര ചടങ്ങ് നേരിൽ കാണാൻ വേണ്ടി എത്തിയത്. ഈ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 8 മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത്. പക്ഷേ ഇറാൻ പറയുന്നത് ഇത് അമേരിക്കൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലൊന്നുമല്ല ഈ സംസ്കാരം വൈകിയതെന്നാണ്. ഈ വിലാപയാത്ര വൈകിയത് കാരണമാണ് സംസ്കാര ചടങ്ങും നീണ്ടുപോയതെന്നാണ് ഇറാന്റെ ഒരു വിശദീകരണം. പക്ഷേ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന മഷാദുമായി ബന്ധിപ്പിക്കുന്ന വടക്ക് കിഴക്കൻ ഇറാനിലുള്ള ഒരു പ്രധാനപ്പെട്ട പാലവും കഴിഞ്ഞ ദിവസം അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഈ സംസ്കാര ചടങ്ങ് നീണ്ടുപോയതെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന ഒരു അഭ്യൂഹം. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങൾ അത്ര പന്തിയല്ല ആ മേഖലയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ന്യൂസിലാൻഡിലേക്ക് തിരിക്കും. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിലുണ്ട്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി മോദി ഔദ്യോഗിക ചർച്ചകൾ നടത്തും. നാളെ ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ
പ്രധാനപ്പെട്ട ഒരു പരിപാടി കിയ ഓറ മോദി എന്ന പേരിലുള്ള പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്നാണ് വിവരം. അജയ് തുടരുന്നുണ്ട്. അജയ്, പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തി. ഇന്തോനേഷ്യയിൽ സന്ദർശനം പ്രധാനമായിരുന്നു. ഓസ്ട്രേലിയയിൽ ഏറെ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കരാറുകൾ ഒപ്പിടുന്ന പശ്ചാത്തലമുണ്ടായി. ഇപ്പോൾ ന്യൂസിലൻഡ് പര്യടനത്തിൽ എന്താണ് ലക്ഷ്യം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ ആറാം തീയതിയാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ തന്റെ പര്യടനം ആരംഭിച്ചത്. ആദ്യം ഇന്തോനേഷ്യയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അന്ന് 6-7 ദിവസങ്ങളിൽ ഇന്തോനേഷ്യ സന്ദർശനം നടത്തിയിരുന്നു. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള പ്രബാവോ സുബിയാന്തോയുടെ ഇന്ത്യൻ സന്ദർശനം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലേക്ക് എത്തിയത്. അതിനുശേഷം 8-ാം തീയതിയോടെ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് എത്തി. ഓസ്ട്രേലിയയിൽ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രവാസി സംഗമത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. മെൽബണിൽ വെച്ചാണ് ഈ ചടങ്ങ് നടന്നത്. അവിടെ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഉൾപ്പെടെ വിശദമായി സംസാരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരരുടെ ഒളിയിടങ്ങളിലാണ് ആക്രമണം നടത്തിയതെങ്കിലും അതിന്റെ പ്രകമ്പനം ലോകം മുഴുവൻ കേട്ടു എന്ന് മോദിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി ആൽബനീസുമായിട്ടൊക്കെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ഇന്ത്യയിൽ ആണവ നിക്ഷേപം ഉൾപ്പെടെ ഓസ്ട്രേലിയ നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇന്ത്യയിലെ ആണവ നിലയങ്ങളിലേക്ക് യുറേനിയം ഉൾപ്പെടെ ഓസ്ട്രേലിയ നൽകും എന്നുള്ള വിവരമുണ്ടായിരുന്നു. പ്രതിരോധ രംഗത്തും ഓസ്ട്രേലിയയുമായിട്ട് കൈകോർക്കാനൊക്കെ തീരുമാനിച്ചു. ഇനി അതിനുശേഷം ഇന്ന് അദ്ദേഹം ന്യൂസിലാൻഡിലേക്ക് എത്തുകയാണ്. ന്യൂസിലാൻഡിൽ ഇന്നും നാളെയുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുക. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ഒരു ന്യൂസിലാൻഡ് പ്രാദേശിക ഭാഷയിലുള്ള കിയ ഓറ എന്ന് പറയുന്ന ഒരു വിശേഷണത്തിലൂടെയാണ് മോദിയെ അവിടെ സ്വീകരിക്കുന്നത്. ഈ കിയ ഓറ മോദി എന്ന് പറയുന്ന ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ പൊതുപരിപാടിയിലൂടെ ന്യൂസിലാൻഡിലുള്ള ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് സമാനമായി പ്രതിരോധ രംഗത്തുൾപ്പെടെ ന്യൂസിലാൻഡുമായിട്ടും കൈകോർക്കാൻ തന്നെയാണ് ഒരു സാധ്യത നിലവിൽ കാണുന്നത്. തീർച്ചയായും അജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു എന്നുള്ള പരാതി ഇന്നലെ വന്നിരുന്നു. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി മുരളീധരൻ ഇടപെടുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശി രാജേഷാണ് മരിച്ചത്. നെഞ്ചുവേദനയുമായി എത്തിയപ്പോൾ രോഗാവസ്ഥ പറഞ്ഞിട്ടും ക്യൂവിൽ നിർത്തി എന്നാണ് ആരോപണം. സെക്യൂരിറ്റിയാണ് പാസ് എടുത്ത് ക്യൂവിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം ക്യൂവിൽ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് സംഭവത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. നാട്ടുകാരൊക്കെ അവിടെ തടിച്ചുകൂടി. അതിനുശേഷം സെക്യൂരിറ്റി ജീവനക്കാരനെ മാറ്റി നിർത്തുമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടായി. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, നടപടി ഉണ്ടാകും, അന്വേഷണമടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ബന്ധുക്കളും നാട്ടുകാരും മറ്റും പറയുന്നത്? നമുക്ക് ഒറ്റനോട്ടത്തിൽ നിന്ന് മനസ്സിലാകും വലിയ വീഴ്ചയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത്. രഞ്ജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് നെയ്യാറ്റിൻകര വരുന്നത്. തീർച്ചയായും ഇന്നലെ ആയിരുന്നു ഈ ഒരു സംഭവം. 52-കാരനായ രാജേഷ് കുമാർ, ഇദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. വൈകിട്ടോടുകൂടി ഇദ്ദേഹത്തിന് നെഞ്ചുവേദന, കഠിനമായ ഒരു നെഞ്ചുവേദന വരുന്നു. അവിടെയുള്ള ഒരു സുഹൃത്തിനെയും കൂട്ടി അടിയന്തരമായി ആശുപത്രി എത്തുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈ ഡോക്ടർമാർ ഇല്ല എന്നുള്ള പരാതി നേരിടുന്ന ഒരു ആശുപത്രി കൂടിയാണിത്. അത് തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. നീണ്ട ഒരു ക്യൂ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ വേദന കഠിനമായതുകൊണ്ട് തുടർന്ന് തനിക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണമെന്ന് സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടെങ്കിലും അത് കേൾക്കാൻ കൈക്കൊണ്ടില്ല. ക്യൂവിൽ നിൽക്കാൻ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. മാത്രമല്ല ECG എടുക്കാൻ വേണ്ടി ഇദ്ദേഹം സമീപിച്ചു. ECG എടുക്കാൻ പറയുമ്പോൾ അവിടെയുള്ള ആ ജീവനക്കാരും പറഞ്ഞു ഡോക്ടറെ കാണാതെ ഒരിക്കലും ECG എടുക്കാൻ കഴിയില്ല എന്നുള്ളതായി. കാരണം ഇദ്ദേഹം നമുക്ക് അക്ഷരത്തിൽ പറഞ്ഞ ഒരു മരണവെപ്രാളം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ഇദ്ദേഹത്തിന് വേണ്ടത്ര പരിചരണം ഈ ആശുപത്രിക്കകത്ത് നൽകിയില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇവിടെ ഉണ്ടായ വീഴ്ചയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രോഗിയുടെ അവസ്ഥ കണ്ടിട്ട് അതിനുവേണ്ട പരിഹാരം കാണാൻ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അല്ലെങ്കിൽ നിരന്തരം രോഗികളെ കാണുന്ന ആശുപത്രി ജീവനക്കാർക്ക് ഒരു രോഗിയുടെ അവസ്ഥ കണ്ടിട്ട് അതിനൊരു ചികിത്സ അടിയന്തരമായി നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യമായ ഒരു പ്രശ്നം. അത് തന്നെയാണ് ആരോപണങ്ങളുമായി നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയത്. തുടർന്ന് ഏറെ നേരം ഈ പറയുന്ന അവിടെ സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചേർന്നിരിക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് അവിടെ ഒരു പ്രതിഷേധത്തിന് നാട്ടുകാരുടെ, അതായത് രാഷ്ട്രീയം മറന്നുള്ള
നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന് അവിടെ ഇടവന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് നേരിയ സംഘർഷത്തിലേക്ക് വഴിതെളിച്ചു. ആവശ്യം ഈ പറയുന്ന സെക്യൂരിറ്റിയെയും ഒപ്പം AC ജീവനക്കാരെയും ഉൾപ്പെടെ ഇതിന്റെ ആർക്കൊക്കെയാണോ ഉത്തരവാദിത്തം അവർക്ക് നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചായിരുന്നു. തീർച്ചയായും എന്തായാലും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസം കോടതി വാളെടുത്തിരുന്നു. ശക്തമായ വിമർശനം ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി മുന്നോട്ട് വെച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഹൈക്കോടതിയെ വിമർശിക്കുന്ന തരത്തിലാണ് കെ ബിജു IAS ഉത്തരവിറക്കിയത് എന്നാണ് കോടതി കണ്ടെത്തിയത്. ഇന്ന് കോടതിയിൽ ഹാജരാകണം. ഒപ്പം INTUC നേതാവ് R ചന്ദ്രശേഖരൻ കൂടി ഉൾപ്പെട്ട ഈ കേസിൽ ഹൈക്കോടതിയുടെ സമ്മർദ്ദം കാരണം പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നുവെന്നായിരുന്നു വകുപ്പ് സെക്രട്ടറി ഇറക്കിയ വിവാദ ഉത്തരവിന്റെ കാതൽ. തുടർന്ന് ഈ ഉത്തരവ് തിരുത്തിയാണ് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത്. പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുകൊടുത്തില്ല. കൃത്യമായി ഇടപെടൽ നടത്തി. ഇന്ന് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടികൾ അല്ലെങ്കിൽ അത് മാത്രമല്ല കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ കെ ബിജു IASുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പരാമർശം. ഒരുപക്ഷെ ഇത്രയധികം ഒരു ഉദ്യോഗസ്ഥനെ കോടതി ശാസിക്കുന്നത് ആദ്യമായിരിക്കും. ഒപ്പം ചന്ദ്രശേഖരനെതിരെയും ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരനാണോ ഇത്തരം കാര്യങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം പോലും ചോദിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. കടുത്ത നടപടി പ്രതീക്ഷിക്കണം അല്ലേ? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദ ഉത്തരവ് തിരുത്തി പുതിയ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യത്തെ ഉത്തരവിലെ വിവാദ പരാമർശങ്ങൾ പ്രധാനമായും ഹൈക്കോടതി ട്രയൽ കോർട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നുള്ള പരാമർശം, രണ്ടാമത്തത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് ഹൈക്കോടതി സമ്മർദ്ദം ചെലുത്തി. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ അനുമതിക്കുള്ള നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ സ്വതന്ത്രമായി സംവിധാനത്തെ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശത്തെ ഹനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോകുന്നത് തന്നെ ഒരു ഉത്തരവ് അനുസരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സർക്കാർ ഉത്തരവിലെ ഭാഷ, IAS ഉദ്യോഗസ്ഥന്റെ ഭാഷ, അതല്ലെങ്കിൽ സർക്കാർ ഒരു വകുപ്പിന്റെ ഭാഷ ഹൈക്കോടതിക്കെതിരെയുള്ള രൂക്ഷ വിമർശനം വെച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുന്നതിനെയാണ് ഹൈക്കോടതി ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും കെ ബിജു IAS ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചന്ദ്രശേഖരൻ INTUC നേതാവ് R ചന്ദ്രശേഖരനാണോ ഈ വകുപ്പ് ഭരിക്കുന്നത്, അതായത് ഉദ്യോഗസ്ഥരുടെ പ്രതിയാണോ ഇത്തരം ഉത്തരവുകൾ നടപ്പിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മാപ്പ് പറഞ്ഞ് ഒഴിയാനാകില്ല എന്ന് തന്നെയാണ്. കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ബിജു IASന് കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ളത് എന്നുള്ള കാര്യം ഇന്ന് കേൾക്കേണ്ടി വരും, ഇന്ന് വിശദീകരിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്ന് കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ കോട്ട പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഇതിലൊരു പ്രധാനപ്പെട്ട ചർച്ച തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി കമ്പനി അറിയിച്ചിട്ടില്ല. പക്ഷേ അനുരഞ്ജന ശ്രമങ്ങളിൽ ഭാഗമാകണമെന്ന് ഹൈക്കോടതി കമ്പനി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയത് പ്രധാനമാണ്. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആജ്ഞ, ഈ വിഷയത്തിൽ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സഹകരിക്കാത്ത നിലപാടാണ് കമ്പനി അധികൃതർ സ്വീകരിച്ചത്. അവർ 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമാണ്. ആനുകൂല്യങ്ങളടക്കം കൊടുത്തു കഴിഞ്ഞു. അവർ വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ ഇനി എന്ത് പ്രതീക്ഷിക്കണം? കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നിലപാടിൽ മാറ്റമുണ്ടാകുമോ? രഞ്ജിത്ത്, ഇന്ന് കമ്പനി അധികൃതർ ഹാജരാകുമെന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷ മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ മുൻപത്തെ കുറച്ച് സംഭവങ്ങളും കുറച്ച് ഇവരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അധികൃതർ അവർക്ക് ഒരു ഈ ജീവനക്കാർക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന നടപടി തന്നെയാണ്. പ്രത്യേകിച്ച് ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ അൻബെഞ്ചിന് ചർച്ച നടത്തുന്നു. പിന്നീട് പിരിച്ചുവിടൽ നടപടി താൽക്കാലികമായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ് എന്ന് അറിയിക്കുന്ന സാഹചര്യത്തിൽ പിറ്റേ ദിവസം ജീവനക്കാർ ഓഫീസിൽ ഹാജരാകാൻ എത്തുമ്പോൾ അവരെ അകത്ത് കയറ്റാതെ ഈ ഓഫീസ് ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷവും പിന്നീട് ഈ ഒരു ചർച്ച ജനപ്രതിനിധികളുടെയും വിവിധ തൊഴിലാളി യൂണിയനുകളുടെയും നേതൃത്വത്തിലൊക്കെ നടന്ന ശേഷമാണ് ഈ തൽസ്ഥിതി തുടരട്ടെ, അതായത് അവർ പിരിച്ചുവിട്ടെങ്കിലും അവർ ജോലിക്ക് വന്നോട്ടെ, പക്ഷേ അസൈൻമെന്റ് കമ്പനി തീരുമാനിക്കട്ടെ, അവരുടെ തൊഴിലിടത്തിലേക്ക് കയറി അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ ഓഫീസ് ഉപയോഗിക്കാനുള്ള സംവിധാനം ഒരുക്കണം
കൊടുക്കണമെന്ന് ആയിരുന്നു തീരുമാനമായിരുന്നു. പക്ഷേ എന്നിട്ടും അതിൻ്റെ പിന്നാലെയും കോഴിക്കോടത്തെ ഓഫീസിൻ്റെ നേരെയും ഓഫീസിലും ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന ഓഫീസ് പൂട്ടി അധികൃതർ പോകുന്ന സാഹചര്യത്തിലേക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലീഗൽ അഡ്വൈസർ മാത്രമാണ് ഹാജരായിട്ടുള്ളത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ, അതായത് ഇന്ന് അധികൃതർ അതുമായി കമ്പനിയുമായി വേണ്ടപ്പെട്ട അടുത്ത ആളുകൾ തന്നെ ഇതിൽ മീറ്റിംഗിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രതിഷേധങ്ങൾ, വിവിധ സംഘടനകളുടെ തീർച്ചയായും അതാണ് പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്ന് എന്തായിരിക്കും കമ്പനി അധികൃതരുടെ ഈ വിഷയത്തിലെ നിലപാട് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കിനിയും ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. കണ്ണൂർ സ്വദേശി ഹർഷ ബേബി ജോണിന്റെ ജന്മദിനമാണെന്ന് സുഹൃത്ത് ആനന്ദും ഞങ്ങളിടം വാട്സപ്പ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കളും ചേർന്നാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര വിലങ്ങാമുറി സ്വദേശി അജീഷിന്റെയും ശ്രീദേവിയുടെയും മകൻ അമ്പാടിയുടെ 5ാം ജന്മദിനമാണ്. ആശംസകൾ നേരുന്നു അമ്പാടിക്ക്. തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശി ശ്രീകുമാറിന്റെയും സന്ധ്യയുടെയും മകൾ നീലാഞ്ജനയുടെ ജന്മദിനമാണെന്ന്. നീലാഞ്ജനയ്ക്ക് എല്ലാ ആശംസകളും. കാഞ്ഞിരംകുളം സ്വദേശി ജിബിയുടെ ജന്മദിനമാണെന്ന്. ആശംസ നേടുന്നത് ജിബിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ സെമി ഫൈനലിസ്റ്റിലായിരിക്കുകയാണ് ഫ്രാൻസ്. ക്വാർട്ടർ പോരാട്ടത്തിൽ അവർക്ക് 2 ഗോളിന്റെ വിജയമുണ്ടായി. വിശദമായി തന്നെ ഈ വാർത്ത പരിശോധിക്കും ഫുട്ഗോളത്തിലൂടെ. എൽദോ പോൾ ചേരും ഇടവേളയ്ക്ക് ശേഷം.